ഉണ്ടാക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നറിയാൻ വേണ്ടി നമ്മുടെ ഇടവകയിൽ തന്നെ ആലിസേച്ചിയുടെ വീട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആലിസേച്ചി, നമുക്ക് പെസഹ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമുക്ക് പെസഹ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന്, നമുക്ക് അതിന്റെ ചേരുവകളൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. പെസഹ അപ്പം ഉണ്ടാക്കാൻ ആദ്യമായിട്ട് 2 ഗ്ലാസ് പച്ചരി, ആ പച്ചരി എടുക്കുന്നതിൻ്റെ നേരെ പകുതി 1 ഗ്ലാസ് ഉഴുന്ന്, ഇത് രണ്ടും 3 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് നല്ലപോലെ കുതിർത്തതിന് ശേഷം ആദ്യമായിട്ട് ഇത് മിക്സിയിലിട്ട് നല്ലപോലെ അരയ്ക്കും. അധികം വെള്ളം ചേർക്കാതെ. അധികം വെള്ളമായി കഴിഞ്ഞാൽ, നല്ല അളവായി കഴിഞ്ഞാൽ അപ്പം ശരിയാവില്ല. പിന്നെ ഇത് പച്ചരി അരയ്ക്കുക, അതും നല്ലപോലെ അരയണം. അങ്ങനെ വെള്ളം കുറച്ച് രണ്ടും അരച്ചെടുക്കുക. അതിന് ശേഷം 1 മുറി തേങ്ങയും 4 വെളുത്തുള്ളി, 6 ചുവന്നുള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകവും ഈ തേങ്ങയിലേക്ക് ചേർത്ത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. അധികം അരയാൻ പാടില്ല, അധികം അരയാതെ എടുക്കുക. അത് എടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. തേങ്ങ അടിക്കുമ്പോൾ തന്നെ ഉപ്പിടുന്നു. തേങ്ങ അടിക്കുമ്പോൾ ഉപ്പിട്ടിട്ട് പാകത്തിന് അങ്ങനെ. അതിന് ശേഷം ഇതിൽ മിക്സ് ചെയ്യുക. ഇതാണ് പെസഹ അപ്പത്തിന് വേണ്ടി അരച്ചെടുത്ത മാവ്. അപ്പോൾ ഈ പെസഹ അപ്പത്തിന് എത്ര കട്ടി വേണം മാവിന്? മാവ് നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കണ അത്ര പാവിൻ്റെ അതേ കട്ടിയിലെടുക്കാം. അത് അത്രയും കട്ടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 3 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ പൊന്തി വരും. അധികം സമയം ഇരുന്നാൽ പുളിക്കും. അപ്പോൾ പിന്നെ 3 മണിക്കൂറിൽ കൂടുതൽ വെക്കാൻ പാടില്ല. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച നേരം കൊണ്ട് നമുക്ക് പെസഹ അപ്പം കൂട്ടി കഴിക്കാനുള്ള പാല് തയ്യാറാക്കാം. അതിന് പാലുണ്ടാക്കാൻ 1 മുറി തേങ്ങ ചിരകിയത് കുറുകിയ പാലാക്കിയിട്ട് 1 കപ്പ്. പിന്നെ അതിൻ്റെ 2ാം പാല് 2 കപ്പായിട്ട് എടുക്കുക. 200 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണത്. അത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി വറുത്തത് ഇതിൽ ചേർക്കാനുള്ളത്. പിന്നെ ഇതിൽ ചേർക്കാനുള്ള ചേരുവകൾ വേറെ ഉള്ളത് 3 ഏലക്കായും 1 കഷ്ണം ചുക്കും 1/4 സ്പൂൺ നല്ല ജീരകം, ആവശ്യത്തിന് ഉപ്പും, കുറച്ച് ഉപ്പ്, അല്പം ഉപ്പ് മാത്രം ചേർക്കും. ഇത് ജീരകം, ഏലക്കായും ചുക്കും പൊടിച്ചെടുത്തതാണ്. നല്ല നൈസായിട്ട് പൊടിയാണ്. പെസഹ പാലുണ്ടാക്കാൻ വേണ്ടി 2ാം പാലിൽ 2 ടേബിൾ സ്പൂൺ വറുത്ത പൊടി നല്ലപോലെ മിക്സ് ചെയ്ത്, നല്ലപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കുക. അതിനുശേഷം ഈ കട്ടിയുള്ള ഈ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് ഇത് അടുപ്പത്തേക്ക് വെക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കും. ഇത് തിളയ്ക്കുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം നല്ലപോലെ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി 1ാം പാലിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ഏലക്കായും നല്ല ജീരകവും ചുക്കും ഇതിലേക്ക് ചേർക്കാം. ഇതിന്റെ പാകമായോ? ഇത് ഏകദേശം തിളച്ച് ഒഴിക്കാൻ 1ാം പാല് ഒഴിക്കാനുള്ള പാകമായിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടായതിന് ശേഷം അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കുക. അതിന് ശേഷം 1 ലേശം അല്പം ഉപ്പ് ചേർക്കുക. എന്തിനാ ഇത് ലാസ്റ്റ് ഇങ്ങനെ ഉപ്പ് ചേർക്കുന്നത്? ഉപ്പ് ചേർക്കണത് ഏത് മധുരമുള്ളതിനും കുറച്ച് അല്പം ഉപ്പ് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് ഇനി വേവിച്ചെടുക്കാം. സ്റ്റീമറിൽ ആവിയിൽ ഇത് നന്നായി വെള്ളം തിളച്ചതിന് ശേഷമായിരിക്കണം ഇതിലേക്ക് വെക്കുന്നത്. ഓശാന ഞായറാഴ്ച കിട്ടുന്ന കുരുത്തോല ഇങ്ങനെ കുരിച്ചുണ്ടാക്കിയിട്ട് ആണ് ഈ അപ്പത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എത്ര മിനിറ്റ് ഇതിങ്ങനെ വേവിക്കണം? 20-25 മിനിറ്റ് സമയം വെന്താൽ ഇത് നന്നായി വെന്ത് കിട്ടും. പെസഹ അപ്പം ഉണ്ടാക്കുന്നതിന് ആദ്യമായി 5 മിനിറ്റ് നേരം നല്ല ഫ്ലെയിമിൽ വെക്കണം. അതിന് ശേഷം തീ കുറച്ച് വെച്ച് മീഡിയം തീയിൽ 15 മിനിറ്റ് കൂടെ വേവിക്കണം.
പെസഹ അപ്പം വേവിച്ചത് 20 മിനിറ്റായി നമ്മൾ ഇതിൽ വെച്ചിട്ട്. ഇപ്പം നമുക്കിത് തുറന്ന് നോക്കി വെന്തോന്ന് നോക്കാം. ഇത് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഈർക്കിലി കൊണ്ട് ഇത് കുത്തി നോക്കാം. ഇതിൽ പിടിക്കുന്നില്ല, അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. പെസഹ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റാം. പെസഹ പാൽ, അപ്പം കഴിക്കുന്നതിനുള്ള പെസഹ പാലും ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. വളരെ നന്നായിട്ടുണ്ട്. പെസഹാപ്പവും പെസഹ പാലും നല്ലൊരു പെസഹാപ്പം ഉണ്ടാക്കി തന്നെ നമ്മുടെ ആലിസേച്ചിക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം നന്ദി. അടുത്തൊരു നോമ്പുകാല വിഭവങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.